Assalamu Alaikum. Hello dear students. So we are learning our third chapter in physics, force. And in the last class we have discussed about the friction. Friction e kurichana nammal discuss cheythathu. And what is friction? It's an opposing force between that arises between two surfaces in contact. രണ്ട് സർഫസിൽ കോൺടാക്റ്റിൽ വരുമ്പം അതിൽ ഇടയിൽ എന്താ ഉണ്ടാകുന്നു, ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാകുന്നു. ദാറ്റ് ഒപ്പോസിങ് ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രിക്ഷൻ. ആൻഡ് സംടൈംസ് ദ ഫ്രിക്ഷൻ ഈസ് ബെനിഫിഷ്യൽ ആൻഡ് ഇൻ സംടൈംസ് ദ ഫ്രിക്ഷൻ ഈസ് നോൺ ബെനിഫിഷ്യൽ. ചില സിറ്റുവേഷൻസിൽ ഫ്രിക്ഷൻ ബെനിഫിഷ്യൽ ആണെന്ന് പറഞ്ഞു, ചില സിറ്റുവേഷൻസിന് എന്തല്ല, ഫ്രിക്ഷൻ ബെനിഫിഷ്യൽ അല്ല. ഓക്കെ, സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, സ്ലൈഡിങ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. ടു ടൈപ്സ് ഫ്രിക്ഷൻസ് ഉണ്ട്, sliding friction and the first one sliding friction. The second one rolling friction. Okay, so രണ്ട് ടൈപ്പിലുള്ള ഫ്രിക്ഷൻ ആണുള്ളത്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, we know that friction is an opposing force arises between two surfaces in contact. അല്ലേ, രണ്ട് സർഫസിൽ കോൺടാക്റ്റിൽ വരുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞാണ് കുറേ എക്സാമ്പിൾസ്. നമ്മൾ when we walk through our road, അല്ലേ, റോഡിലൂടെ വോക്ക് ചെയ്യുമ്പം നമ്മുടെ ലെഗിനും ആ ഒരു ഫ്ലോറിനും ഇടയ്ക്കായിട്ട് എന്തുകൊണ്ട് അതിൽ ഗ്രിപ്പ് ഉണ്ടല്ലോ, ആ ഗ്രിപ്പ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് നടക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനിടയിൽ എന്തോ ഉണ്ടൊരു ഫ്രിക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബെനിഫിഷ്യൽ ആണല്ലേ. പിന്നീട് എന്തായിരുന്നു, നമ്മൾ മാച്ച് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് റബ്ബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ ഒരു ഇത് നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എന്താണ്, അതൊക്കെ ഫ്രിക്ഷൻ ബെനിഫിഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. നോൺ ബെനിഫിഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ് വി ഹാവ് going to learn about the sliding friction and rolling friction. In your textbook, page number 94, you can see two pictures, figure 7.6 and 7.6a and 7.6b. Okay, in the first picture, എന്താണ് ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത്, കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഒരു വുഡ് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്നല്ലേ, ഇങ്ങനെ നിരക്കി റോൾ ചെയ്ത് കൊണ്ടുപോകുന്നു. സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു, സ്ലൈഡിനെ വലിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഏത് സിറ്റുവേഷനിലായിരിക്കും കൂടുതലായിട്ടും ഇത് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ തടി ഇങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, അതിനെ നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലേ. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിച്ച് കൊണ്ടുപോവാണ്, ഒരു കയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, മറ്റേതിൻ്റെ അത്രയും സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഉരുട്ടി അല്ലെങ്കിൽ റോൾ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും, അത് കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റോളിംഗ് ഫ്രിക്ഷൻ ആൻഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ അത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, വെൻ എ ബോഡി റോൾസ് ഓവർ ദ സർഫസ് ഓഫ് അനദർ ബോഡി, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് ഒറിജിനേറ്റ്സ് ഇസ് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഒരു ബോഡി എന്ത് ചെയ്യുന്നു, വേറൊരു ബോഡിയുടെ മുകളിലൂടെ എന്ത് ചെയ്യുന്നു, റോൾ ചെയ്ത് കൊണ്ടുപോകുമ്പം അതിനിടയിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഫ്രിക്ഷൻ ഇസ് കോൾഡ് റോളിംഗ് ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലേ. ദാറ്റ് ഈസ് വെൻ എ ബോഡി സ്ലൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് അനദർ ബോഡി. ഒരു ബോഡി വേറൊരു ബോഡിയുടെ മുകളിലൂടെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതെന്താണ്, സ്ലൈഡിംഗ് ഫ്രിക്ഷനാണ്. അപ്പോൾ ഏത് ഫ്രിക്ഷൻ ആയിരിക്കും കൂടുതൽ എഫക്റ്റീവ്, വിച്ച് ഫ്രിക്ഷൻ ഈസ് മോർ എഫക്റ്റീവ്? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മോർ എഫക്റ്റീവ് അല്ലേ. റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും, നമുക്കറിയാം നമ്മൾ പുള്ളിയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിലായിട്ട് എന്തുകൊണ്ട് വീല് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് റോൾ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്തായും, നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. അത് ജസ്റ്റ് ഇങ്ങനെ ഇതായിട്ട് കൊണ്ടുപോകുന്നതിനേക്കാളിലും നമുക്ക് അതിനിടയിൽ ആ വീൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് അതിനിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മോർ ബെറ്റർ ദാൻ ദ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, സോ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ നിരക്കി കൊണ്ടുപോകാമെന്ന് പറയും. റോളിംഗ് എന്ന് പറയുമ്പോൾ ഉരുട്ടി അതാണ് കുറച്ചും കൂടെ നിരക്കി കൊണ്ടുപോകുന്നതിനേക്കാളിലും നമ്മൾ ആ ഒരു റോൾ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ, കൂടുതൽ നല്ലതെന്ന് നമുക്കറിയാം. Okay, so when a body slides roll over another body is called that friction is called rolling friction. And when a body slides over the surface of another body, the friction arises, there is the sliding friction അല്ലേ. അതാണ് നിരക്കി കൊണ്ടുപോകാന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സോ ഏത് ഫ്രിക്ഷൻ ആയിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പം
റൈറ്റ് ദ ഇൻസ്റ്റൻസ് വെയർ ദ ഒബ്ജക്ട്സ് ആർ റോൾഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ റോൾ ചെയ്യുന്നുണ്ട് ചില സിറ്റുവേഷൻസിൽ. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? വീൽസ് ആർ യൂസ്ഡ് ഇൻ വെഹിക്കിൾസിൽ നമ്മൾ വീൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് റോൾ ചെയ്തല്ലേ, അത് റോളിംഗ് ഫ്രിക്ഷൻ. ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ റോളിംഗ് ഫ്രിക്ഷൻ. ദെൻ വീൽസ് ആർ ഫിക്സ്ഡ് ഇൻ ഹ്യൂജ് ബോക്സസ്. വലിയ ബോക്സുകളൊക്കെ തള്ളിക്കൊണ്ട് പോകുമ്പം അത് അതിനകത്ത് വീൽസ് ഉണ്ടെങ്കിൽ അത് ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെന്തായിരുന്നു? മെഷീനറിയിലൊക്കെ നമ്മൾ ബിയറിങ്സ് വെക്കാറുണ്ട്, അതൊക്കെ ബെനിഫിഷ്യലാണ്. സ്മോൾ വീൽസ് ആർ പ്രൊവൈഡഡ് ടു ലോവർ പാർട്ട് ഇൻ സ്വീയിങ് മെഷീൻ. സ്വീയിങ് മെഷീൻ്റെ അടിയിലൊക്കെ കണ്ടിട്ടില്ലേ സ്മോൾ വീൽസ് കൊടുത്തേക്കാം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് റോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ബെനിഫിഷ്യൽ ദാൻ ദ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അല്ലേ. സോ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ചുകൂടെ ബെനിഫിഷ്യലാണ്, സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളിലും ബെനിഫിഷ്യലാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഫ്രിക്ഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് ഫ്രിക്ഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്? അതിൻ്റെ പിന്നെന്താണ് അഡ്വാൻറ്റേജസ്? ഫ്രിക്ഷൻ ഹാസ് ബോത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. ഫ്രിക്ഷന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? നമ്മൾ പറഞ്ഞു, നമ്മൾ നടക്കാൻ പറ്റുന്നത്, നമുക്ക് എന്താണ് കാറ് അല്ലേ, കാറ് എന്ത് ചെയ്യുന്നു? റോഡിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഈസി ആയിട്ട് സ്മൂത്തായിട്ട് അത് ഓടിപ്പോകുന്നു. അതൊക്കെ എന്താണ്? അത് ഫ്രിക്ഷൻ്റെയൊക്കെ ഒരു ബെനിഫിഷ്യൽ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. So what are the we are going to check what are the disadvantages of friction. Friction's disadvantages എന്തൊക്കെയാണെന്ന് നോക്കാം. So friction produces wear and tear. ഫ്രിക്ഷൻ എന്താ ഉണ്ടാക്കുന്നുണ്ട്? വിയറും ടിയറും അല്ലേ. അതായത് നമ്മൾ മെഷീൻസിൻ്റെ പാർട്ടൊക്കെ എന്ത് ചെയ്യും? തേഞ്ഞു പോകും അല്ലേ. അതൊക്കെ അത് ഫ്രിക്ഷൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അത് ഫ്രിക്ഷൻ കാരണമാണ് അങ്ങനെ വിയർ ആൻഡ് ടിയർ ഒക്കെ സംഭവിക്കുന്നത്, തേഞ്ഞു പോകുന്നത്. ദെൻ കോസസ് വേസ്റ്റേജ് ഓഫ് എനർജിയുടെ വേസ്റ്റേജ് ഉണ്ടാകുന്നത് ഫ്രിക്ഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദ മോഷൻ ഓഫ് വെഹിക്കിൾസ് ആൻഡ് ഇൻ സ്പീഡ് ഇസ് റെഡ്യൂസ്ഡ്. എന്താ വെഹിക്കിൾസിലും ഒക്കെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു, അതുകൊണ്ട് തന്നെ സ്പീഡൊക്കെ എന്ത് ചെയ്യുന്നു? കുറയുന്നുണ്ട്. ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ മൂവിങ് പാർട്സ് ഇൻ കോൺടാക്ട്. അതുപോലെ തന്നെ എന്താ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിൻ്റെ ഇടയ്ക്ക് ഹീറ്റൊക്കെ ഉണ്ടാവും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? ഒരു നോൺ ബെനിഫിഷ്യൽ സിറ്റുവേഷനാണ്. അത് ഫ്രിക്ഷൻ മൂലമാണ് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്? ഡിസ്അഡ്വാൻറ്റേജ്. അതായത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് അതൊക്കെ. ഓക്കെ, സോ ഫ്രിക്ഷൻ ഹാസ് അഡ്വാൻറ്റേജസ് ആൻഡ് disadvantages. Advantages ഉണ്ട്, disadvantages ഉണ്ട്. In your text in page number 95 you can serve certain situations. You just classify that's beneficial and non-beneficial frictions. The first situation, striking a matchbox stick on the side of the matchbox. അല്ലേ, നമ്മൾ സ്റ്റിക്ക് എന്ത് ചെയ്യുന്നു? മാച്ച് ബോക്സിൽ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളത് മാച്ച് ചെയ്യുന്നു. അത് ബെനിഫിഷ്യൽ ആണോ നോൺ ബെനിഫിഷ്യൽ ആണോ? ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ അല്ലേ, ബെനിഫിഷ്യൽ ഫ്രിക്ഷൻ ആണ്. ദെൻ വിയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസ് അല്ലേ, അത് നോൺ ബെനിഫിഷ്യൽ ആണ്. എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്ട്സിനെ ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി കിട്ടുന്നത് അത് ബെനിഫിഷ്യൽ ആണ്. ദെൻ വോക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ബെനിഫിഷ്യൽ സിറ്റുവേഷൻ ആണ്. ട്രെഡിങ് ഓഫ് ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ് അത് ബെനിഫിഷ്യൽ ആണ്. ദെൻ വിയറിങ് ഔട്ട് ഓഫ് ടയേഴ്സിൻ്റെ ആ ഒരു വിയറിങ് തേഞ്ഞു പോകുന്നതൊക്കെ നോൺ ബെനിഫിഷ്യൽ ആണ്. ദെൻ ഫ്യൂവൽ നമ്മുടെ ഡീസലും പെട്രോളും ഒക്കെ ലോസ് ചെയ്യത്തില്ല, അതൊക്കെ എന്താണ്? അത് ഫ്രിക്ഷൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ നോൺ ബെനിഫിഷ്യൽ ഫ്രിക്ഷൻസ് ആണ്. ഓക്കെ, സോ ഹൗ ടു റെഡ്യൂസ് മെത്തേഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാം? മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മളെന്താ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇൻ പേജ് നമ്പർ 95 യു ക്യാൻ സീ 3 പിക്ചേഴ്സ് അല്ലേ. അതാ ഇതിൽ ആ പിക്ചേഴ്സിൽ ഇൻ ഫിഗർ 7.8A B ആൻഡ് C 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സിൽ കണ്ടോ, നമ്മൾ ഫസ്റ്റ് കൊടുത്തേക്കുന്ന എന്താണ്? ഒരു ബോട്ടിൻ്റെ പിക്ചറാണ്. ദ പിക്ചർ ഓഫ് എ ബോട്ടിന് എന്താണ്? ഒരു സ്പെഷ്യൽ ഷേപ്പ് ഉണ്ട്. ദെൻ പിന്നെ എന്താണ്? എയ്റോപ്ലെയിൻ്റെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് എന്താണ്? അതിൻ്റെ ആ ഒരു പൊസിഷൻ കണ്ടല്ലോ, അതിൻ്റെ ആ ഒരു എന്താണ്? അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഒരു കാർ അല്ലേ, റൈഡ് ചെയ്യുന്ന കാറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷേപ്പ് കണ്ടോ? സോ ഓരോന്നിനും എന്താണ്? ഈച്ച് വൺ ഹാസ് ഡിഫറെൻറ്റ് ഷേപ്പ്. ഓരോന്നിനും ഓരോ ഷേപ്സ് ആണുള്ളത്. അപ്പോൾ അങ്ങനെ ഷേപ്പ് എന്ത് ചെയ്യും? നമ്മൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഷേപ്പിൽ നമ്മളിപ്പം എയ്റോപ്ലെയിൻ്റെയൊക്കെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തൊരു ഷേപ്പാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമ്മൾ മാറ്റം വരുത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഷേപ്പിൽ മാറ്റം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ചേഞ്ച്? അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൽ ചേഞ്ച് വരുന്നത് എന്തിനാണ്? ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഡിസൈനിങ് ദ ഷേപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ഇസ് സ്ട്രീം ലൈനിങ്.
അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒബ്ജക്ട്സിൻ്റെ ഷേപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒബ്ജക്ട്സിൻ്റെ ഷേപ്പൊക്കെ നമ്മൾ ഒരു പല രൂപത്തിൽ നമ്മൾ അത് വെറൈറ്റി ആയിട്ട് നമ്മൾ മാറ്റാറുണ്ട്. അത് എന്താണ്, അതിന് പറയുന്ന പേരാണ് സ്ട്രീം ലൈനിങ്. സ്ട്രീം ലൈനിങ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. സ്ട്രീം ലൈനിങ് എന്തിനു സഹായിക്കുന്നു, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഡിസൈനിങ് ദ ഷേപ്പ് ഓഫ് ഒബ്ജക്ട്സ് സോ ആസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ഇസ് സ്ട്രീം ലൈനിങ്. ഓക്കെ, അപ്പം ഷേപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസൈൻ ചെയ്യാറുണ്ട്. ഒബ്ജക്ട്സിൻ്റെയൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു എയറോപ്ലെയിൻ്റെ ഷേപ്പ്, ബോട്ടിൻ്റെ ഷേപ്പൊക്കെ അത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഷേപ്പ് ആ ഒരു രീതിയിൽ എന്ത് ചെയ്തേക്കുന്നത്, ആ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, സ്ട്രീം ലൈനിങ്. സോ ഇൻ യുവർ എക്സാം നിങ്ങൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും എന്താണ് സ്ട്രീം ലൈനിങ് എന്നുള്ളത്, എക്സാമിന് ചോദിക്കും. സോ വാട്ട് ഈസ് സ്ട്രീം ലൈനിങ്? സോ designing the shape to reduce the friction are called streamlining. Streamlining എന്ന് പറയുന്നത് എന്താണ്, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷേപ്പിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്താറുണ്ട്. ദാറ്റ് ഈസ് സ്ട്രീം ലൈനിങ്. സോ ഫസ്റ്റ് നിങ്ങൾ എന്താണ്, ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ എന്താണ്, സ്ട്രീം ലൈനിങ്. ത്രൂ സ്ട്രീം ലൈനിങ് വി ക്യാൻ റെഡ്യൂസ് ഫ്രിക്ഷൻ. സ്ട്രീം ലൈനിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ യൂസ് ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നുണ്ട്. ലൂബ്രിക്കൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് നമ്മുടെ കിണറിൽ നിന്നൊക്കെ നമ്മൾ വാട്ടർ ഇങ്ങനെ വെള്ളം കോരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കപ്പിയിൽ എന്തുണ്ടാവും, ആ പുള്ളിയിൽ ചെറിയൊരു ഇങ്ങനൊരു എന്താണ്, ഒരു ഇതുപോലെ തോന്നും അല്ലേ, നമ്മൾ വലിക്കുമ്പോൾ ആ ഒരു സൗണ്ടും ഒക്കെ, ദർ ക്രിയേറ്റ്സ് എ സൗണ്ട് ഇൻ ദ പുള്ളി അല്ലേ. അപ്പോൾ ആ പുള്ളിയിലൊക്കെ സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു സൗണ്ടിന് കാരണം എന്ന് പറയുന്ന ഫ്രിക്ഷനാണ്. സോ ടു റെഡ്യൂസ് that sound we use lubricants such as ഓയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അവിടെ ഓയിൽ ജസ്റ്റ് ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സൗണ്ടൊക്കെ മാറിയിട്ട് അത് കറക്റ്റ് സ്മൂത്തായിട്ടിരിക്കും. സോ പ്രോപ്പർ ലൂബ്രിക്കൻസ് ലൈക്ക് ഓയിൽ, ഗ്രീസ്, ഗ്രാഫൈറ്റ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ അതൊക്കെ ലൂബ്രിക്കൻസ്. വിച്ച് ആർ ദ എക്സാമ്പിൾസ് ഫോർ ലൂബ്രിക്കൻസ്? ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്? ഓയിൽ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഒരു കപ്പിയിലൊക്കെ നമ്മൾ ആ ഒരു സൗണ്ട് മാറ്റാം, ഫ്രിക്ഷൻ മൂലമുള്ള അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽസ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഓൾസോ വി യൂസ്ഡ് ഗ്രീസും ഗ്രാഫൈറ്റും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എ തിൻ ലെയർ ഫോംഡ് ബിറ്റ്വീൻ ദ സർഫസ് ഹെൽപ്സ് ടു മിനിമൈസ് ഫ്രിക്ഷൻ. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ യൂസ് ബിയറിങ്സ്, ബോൾ ബിയറിങ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ബോൾ ബിയറിങ്സ് ആൻഡ് റോളർ ബിയറിങ്സ് ആർ യൂഷ്വലി യൂസ്ഡ്. ഹിയർ സ്ലൈഡിംഗ് ഫ്രിക്ഷൻസ് കൺവേർട്ടഡ് ടു റോളിംഗ് ഫ്രിക്ഷൻ. നീഡിൽ ബിയറിങ്ങും ബോൾ ബിയറിങ്ങും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ ഫിഗർ 7.9 നിങ്ങൾക്ക് ബോൾ ബിയറിങ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സ്ട്രീം ലൈനിങ് എന്താണെന്ന് അറിയാലോ, ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ വി ചേഞ്ച് ഇൻ ഷേപ്പിലൊക്കെ വ്യത്യാസം വരുത്തുന്നതാണ് സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ത്രൂ ദ യൂസ് ഓഫ് ലൂബ്രിക്കൻസ് വി ക്യാൻ റെഡ്യൂസ് ഫ്രിക്ഷൻ. ലൂബ്രിക്കൻസിൻ്റെ യൂസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ സ്ട്രീം ലൈനിങ്, യൂസ് ബിയറിങ്സ്, ബോൾ ബിയറിങ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. Okay, so then thrust and pressure. Next in your text you can see thrust and pressure. എന്താണ് ത്രസ്റ്റ്, എന്താണ് പ്രഷർ? ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ത്രസ്റ്റ്, ഓക്കെ, ത്രസ്റ്റ് എന്താണെന്ന് നോക്കാം. ത്രസ്റ്റ് ആൻഡ് പ്രഷർ. ത്രസ്റ്റ് എന്താണ്, പ്രഷർ എന്തെന്നാണുള്ളതാണേ. സോ ഇൻ യുവർ ടെക്സ്റ്റ് യു ക്യാൻ സീ 3 pictures, 3 figures. 3 ഫിഗേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ഫിഗറിൽ എന്തായിരുന്നു, ഒരു ടേക്ക് സം പൗഡേർഡ് ലൈം ഇൻ എ ട്രേ. അതായത് 3 ട്രേ എടുത്ത് വെച്ചേക്കാണ്, അതിനകത്ത് ലൈം എടുത്തിട്ടുണ്ട്. ദെൻ പ്ലേസ് എ പ്രീവിയസ്ലി വെയ്ഡ് ബ്രിക്ക് ആണ്. എന്താണ്, നമ്മൾ ബ്രിക്ക് എടുത്ത് അതിനകത്ത് പ്ലേസ് ചെയ്യുകയാണ്. അതിൻ്റെ പൊസിഷൻസ് കണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നതെന്ന്. ഫസ്റ്റ് പൊസിഷൻ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ, നോർമൽ ആയിട്ടുള്ള രീതിയിൽ, അല്ലാതെ 2 ഫിഗേഴ്സ് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. സോ ഇൻ പേജ് നമ്പർ 97 യു ക്യാൻ സീ ദിസ് ഫിഗേഴ്സ്. ആൻഡ് ഫസ്റ്റ് ഇതിലേതിലായിരിക്കും എഫക്റ്റീവ് കൂടുതലായിട്ട് അവിടെ എഫക്റ്റ് ഉണ്ടാവുന്നത്? ഫസ്റ്റ് പിക്ചറിലായിരിക്കും നന്നായിട്ട് പുതഞ്ഞ് നിൽക്കുന്നത് അല്ലേ. സോ എഫക്റ്റ് ഈസ് ഹൈ ഹിയർ. ഫസ്റ്റ് പിക്ചറിലായിരിക്കും അതിൻ്റെ എഫക്റ്റ് കൂടുതൽ. ബാക്കിയുള്ളതൊക്കെ എന്താണ്, എഫക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതായത് ഇവിടുത്തെ ഏരിയാസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഫസ്റ്റ് പിക്ചറിലുള്ള ഏരിയ അല്ല സെക്കൻഡ് പിക്ചർ, അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അവിടെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ എന്താണ്, 3 പിക്ചേഴ്സിലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് 3 പിക്ചേഴ്സിലും എങ്ങനെയായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ പിറ്റ് ഇൻ ദ ലൈം പൗഡർ വെൻ ദ ബ്രിക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ ഇറ്റ്? അപ്പോൾ എന്താണ് അവിടുത്തെ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്? ദിസ് ഈസ് ടു ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബ്രിക്ക്, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ദ ബ്രിക്ക്. അപ്പോൾ 3 സിറ്റുവേഷൻസിൽ നമ്മൾ ബ്രിക്ക് അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ.
സോ എങ്ങനെയായിരിക്കും ആ ബ്രിക്കിൻ്റെ ആ ഒരു ബ്രിക്കിൻ്റെ ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് താഴോട്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു പേഴ്സൺ, കൺസിഡർ എ പേഴ്സൺ, ഇപ്പോൾ ഒരു പേഴ്സൺ നിൽക്കുന്നു. ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു, ആ ഒരു ബിൽഡിങ്ങിന് മുകളിലായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലോറിന് മുകളിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ നോർമലിയാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ അയാളുടെ വെയിറ്റ് എന്ത് ചെയ്യും, താഴോട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആ ഒരു വെയിറ്റ് താഴോട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ ഇവിടെ നമ്മൾ ആ പേഴ്സൻ്റെ വെയിറ്റിന് നമ്മളൊരു ടേം പറയും ത്രസ്റ്റ്. അപ്പം നിങ്ങളുടെ ആ ഫസ്റ്റ് എക്സാമ്പിളും അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ആ ബ്രിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രിക്ക് നമ്മൾ ജസ്റ്റ് അതിനകത്തേക്ക് ലൈമിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ എന്താ ദേ ഫീൽസ് എ ഫോഴ്സ് അല്ലേ, ഫോഴ്സ് ഡൗൺവേർഡ് ആയിട്ടാണ് നോർമലി ഒരു ബ്രിക്ക് വെച്ചേക്കുന്നു. അപ്പോൾ അതിൻ്റെ താഴോട്ട് എന്ത് ചെയ്യും, ഡൗൺവേർഡ് ആയിട്ടൊരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് ത്രസ്റ്റ്. ഇവിടെ നമ്മൾ പേഴ്സൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോഴും ഒരു പേഴ്സൺ ഒരു ഫ്ലോറിന് മുകളിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പേഴ്സൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് താഴേക്ക് അനുഭവപ്പെടുന്നു. അതാണ് അതിൻ്റെ ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ത്രസ്റ്റ് എന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 3 എക്സാമ്പിൾസ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ പിന്നെ നമ്മൾ ആ ടെക്സ്റ്റിൽ ഇൻ ഈച്ച് സിറ്റുവേഷൻസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഫിഗർ ദ ത്രസ്റ്റ് ഈസ് ദ സെയിം. 3 സിറ്റുവേഷൻസിൽ എന്താണ് ത്രസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ എന്താണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്, ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സർഫസ് ഇസ് ത്രസ്റ്റ്. അതായത് ഒരു സർഫസിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ നോർമൽ ഫോഴ്സ് ആണെന്ന് പറയുന്നത് ത്രസ്റ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ത്രസ്റ്റ്? ത്രസ്റ്റ് ഈസ് ദ ടോട്ടൽ നോർമൽ ഫോഴ്സ്. ത്രസ്റ്റ്. ഓക്കെ, സോ ഒരു പുതിയ ടേമാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ത്രസ്റ്റ് ഈസ് ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ എ സർഫസ്. ടോട്ടൽ നോർമൽ ഫോഴ്സിനെയാണ് നമ്മളതെന്ന് പറയുന്നത് ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സൻ്റെ കാര്യം ആലോചിച്ചിരുന്നാൽ മതി. ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സർഫസ് ഈസ് ത്രസ്റ്റ്. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഈസ് പ്രഷർ. അപ്പോൾ പ്രഷർ എന്താണ്? ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിലുള്ള ആ ഒരു ത്രസ്റ്റിനെയാണ് അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഈസ് പ്രഷർ. Okay, so what is thrust? The total normal force exerted on a surface is called a thrust, and thrust per unit area. ത്രസ്റ്റിനെ നമുക്ക് ഫോഴ്സ് ആണ് ത്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഫോഴ്സ്, ആ ഒരു ഫോഴ്സ് ആണ്. ഇപ്പോൾ നമ്മളൊരു പേഴ്സൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ താഴേക്ക് ഡൗൺവേർഡിലേക്ക് അനുഭവപ്പെടുന്ന ആ ഒരു ഫോഴ്സ് ആണ് ഇത് ത്രസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓർ ദ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഇസ് ദ പ്രഷർ. ഓക്കെ, ആ ഒരു അതിനെയാണ് ആ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ത്രസ്റ്റിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് പ്രഷർ ഈസ് ഈക്വൽ ടു വാട്ട്? അപ്പോൾ നമുക്ക് പ്രഷറിനെ എങ്ങനെ എഴുതാം? പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ. ആ ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ലേ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ത്രസ്റ്റിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ത്രസ്റ്റ്. പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ. ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടേത് പെർ മീറ്റർ സ്ക്വയർ. സോ ദ യൂണിറ്റ് ഓഫ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ യൂണിറ്റ് എഴുതാൻ പറ്റും. ത്രസ്റ്റ് ന്യൂട്ടൺ അല്ലേ, ഫോഴ്സിൻ്റെ ന്യൂട്ടൺ ആണ് യൂണിറ്റ്, ദെൻ ഏരിയ മീറ്റർ സ്ക്വയർ, ദെൻ ദ യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദിസ് ഈസ് നോൺ ആസ് ദ പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അതർവൈസ് നോൺ ആസ് വാട്ട്? പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ തന്നെയാണ് പാസ്കൽ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൺ വി ഹാവ് ലേൺഡ് ദ ഫസ്റ്റ് ചാപ്റ്റർ അബൌട്ട് പാസ്കൽ, ബ്ലേസ് പാസ്കൽ അല്ലേ, സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു യൂണിറ്റാണ് പാസ്കൽ. സോ ദ യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ദ പാസ്കൽ. പ്രഷർ ഈസ് ദ ത്രസ്റ്റ് ബൈ ഏരിയ ഓർ ദ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ആ ഒരു ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ എന്ന് പറയുന്നത്. സോ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. സോ റിലേറ്റഡ് ടു ദിസ് വി ഹാവ് ടു ഡിസ്കസ് സം എക്സാമ്പിൾസ്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് ദാറ്റ്. നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.